താങ്ക് യു. ഈ താങ്ക്സേ എന്തിനാണെന്നറിയാമോ? എല്ലാ ആഴ്ചയും നിങ്ങൾ കുട്ടി ഗോസ്പൽ കേൾക്കുന്നതിന്, എല്ലാ ആഴ്ചയും നിങ്ങൾ എന്നെ കേൾക്കുന്നതിന് ഒരിക്കൽ കൂടി താങ്ക് യു. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം താങ്ക്സിനെ കുറിച്ചാണ്. മിസ്റ്റർ താങ്ക്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഷോർട്ട് ഫിലിമുണ്ട്. അതിലൊറ്റക്ക് ജീവിക്കുന്നൊരു മനുഷ്യൻ, ഭയങ്കര ഹാപ്പിയാണ് ഈ മനുഷ്യൻ. ഇയാൾ രാവിലെ എഴുന്നേറ്റ് ഇയാൾ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ ഇയാൾ ആദ്യമായിട്ട് പുതിയ ഒരു ഓട്സ് വാങ്ങിക്കുന്നുണ്ട്. പുതിയ കമ്പനിയുടെയാണ്, അയാൾ ഇതുവരെ ആ കമ്പനിയുടെ കഴിച്ചിട്ടില്ല. അയാൾ ഓട്സ് എടുത്തിടുന്നു, പാലിൽ ഓട്സൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഉടനെ തന്നെ അയാൾ കവർ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ കോൺടാക്ട് നമ്പറുണ്ട്, കസ്റ്റമർ കെയർ നമ്പർ. വിളിച്ചിട്ട് അയാൾ പറയണം, ഇറ്റ്സ് ഡെലീഷ്യസ് ഫുഡ്, താങ്ക് യു, അങ്ങനെ അയാൾ പറയുന്നത്. അതിനുശേഷം അദ്ദേഹം ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴേക്കും അവിടെ എഴുതി കാണിച്ചിരുന്നു ട്രെയിൻ ഡിലേഡ്. ഈ മനുഷ്യൻ ഹാപ്പിയാണ്, ബാക്കിയുള്ളവരൊക്കെ ഇറിറ്റേറ്റഡ് ആണ്, ഇയാൾ ഹാപ്പിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എഴുതി കാണിച്ചു ട്രെയിൻ ക്യാൻസൽഡ്, ബട്ട് ഹി വാസ് ഹാപ്പി. അത് കഴിഞ്ഞിട്ട് ബസ്സിന് അയാൾ ക്യൂ നിൽക്കുന്നു. അപ്പോൾ ബസ്സിൻ്റെ ക്യൂ ഒക്കെ കൺട്രോൾ ചെയ്യാൻ നിൽക്കുന്ന ഒരു വാർഡനുണ്ട്, ഒരു ഗാർഡുണ്ട്. അപ്പോൾ അയാളോട് താങ്ക് യു പറഞ്ഞ് അയാൾ ബസ്സിൽ കയറുന്നു. ബസ് ഡ്രൈവറോട് അയാൾ താങ്ക്സ് പറയുന്നു. ഇയാൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും സീബ്ര ലൈനിലൂടെ പോകുമ്പോൾ വണ്ടി നിർത്തി തരുമ്പോൾ വണ്ടിക്കാരോട് താങ്ക്സ് പറയുന്നു. അപ്പോൾ അയാൾ വണ്ടി കാണുന്നു, ഹൗ ഈസ് മൈ ഡ്രൈവിംഗ് എന്ന് ചോദ്യം, ഫോൺ നമ്പർ. ആ ഫോൺ വിളിച്ചിട്ട് ഇറ്റ്സ് അമേസിങ് ഡ്രൈവിംഗ്, താങ്ക് യു എന്ന് അയാൾ പറയുന്നു. ഓഫീസിലെത്തിക്കഴിയുമ്പോൾ ഓഫീസിൽ ഇയാൾക്ക് കോഫി കൊണ്ടുവരുന്ന ആൾക്ക് താങ്ക്സ് പറയുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വെയിറ്ററിനെ അയാൾ ചേർത്ത് സെൽഫിയൊക്കെ എടുത്തിട്ട് താങ്ക്സ് പറയുന്നു. എല്ലാ കുഞ്ഞു കാര്യങ്ങൾക്ക് ഈ മനുഷ്യൻ ഇങ്ങനെ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ വീട്ടിലെത്തി ഇയാൾ ഉറങ്ങുമ്പോൾ ഇങ്ങനെ കട്ടിലിൽ കിടന്നിട്ട് ഇയാളുടെ ക്ലോസപ്പ്, ഇയാളുടെ ഫേസ് കാണിക്കുമ്പോൾ അവസാനം ഉറങ്ങുന്നതിന് മുമ്പ് ഇയാൾ പറയുന്ന വാക്കാണ് താങ്ക് യു. മിസ്റ്റർ താങ്ക്ഫുൾ. ജീവിതത്തിൽ എല്ലാത്തിനോടും, എത്ര ചെറിയ കാര്യമായാലും അതിനോട് താങ്ക്സ് പറയണം. ഈ അടുത്ത് ഒരു പഠനം നടത്തിയതിൽ പറയുന്നത് എന്തെന്നറിയാമോ? എല്ലാവരോടും താങ്ക്സ് പറയുന്ന ആൾക്കാർ, എപ്പോഴും താങ്ക്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ഇവർ ഹാപ്പി ആയിരിക്കും. ഇവർക്ക് നല്ല ഉറക്കം കിട്ടും, ഇവർക്ക് ടെൻഷൻ ഉണ്ടാവില്ലെന്ന് പറയാം. നമ്മളെപ്പോഴും താങ്ക്സ് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ ഹാപ്പിയാവും. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്ന എപ്പിസോഡ് അതാണ്. 10 കുഷ്ഠരോഗികൾ ഈശോ സുഖപ്പെടുത്തുന്നുണ്ട്, ദേവാലയത്തിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. പോകുന്ന വഴിക്കാണ് അവർ സുഖപ്പെടുന്നത്. ആ സമയത്ത് ഒരാൾ മാത്രം തിരിച്ചു വരുന്നു, ഒരു സമരിയക്കാരൻ മാത്രം തിരിച്ചു വന്നിട്ട് ഈശോയോട് പറയുന്നു താങ്ക് യു. അപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, ബാക്കി 9 പേരെവിടെ? അവർ താങ്ക്സ് പറഞ്ഞില്ല, അവരങ്ങോട്ട് പോയി. താങ്ക്സ് പറയണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവം എന്തുമാത്രം ബ്ലെസ്സിങ്സാണ് നമുക്ക് നൽകുന്നത്. എവ്രിഡേ എല്ലാം നമുക്ക് ലൈഫിൽ കിട്ടുന്ന എല്ലാ ഗിഫ്റ്റും ഇറ്റ് ഈസ് ഷവേർഡ് ഫ്രം ഹെവൻ അബവ്, ഇറ്റ്സ് ഗിവൺ ബൈ ഗോഡ്. ഓരോ മൊമെൻറ്റിലും ദൈവത്തോടും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരോടും നമ്മളെപ്പോഴും താങ്ക്ഫുള്ളായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഒരു ജാർ ഇരിപ്പുണ്ട്. ഈ ജാറിൻ്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജാർ. മക്കളെ, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അമ്മച്ചി, നമ്മുടെ അപ്പച്ചൻ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ടീച്ചർ, നമ്മുടെ പള്ളിയിലെ അച്ഛൻ, സിസ്റ്റേഴ്സ് എന്തോരം കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. നമ്മളവരോട് താങ്ക്സ് പറയാറുണ്ടോ? താങ്ക്സ് പറയണം. നമ്മളെ എല്ലാ ദിവസവും അപകടം കൂടാതെ സ്കൂളിലെത്തിക്കുന്ന നമ്മുടെ ഓട്ടോ ഡ്രൈവറോ ബസ് ഡ്രൈവർമാരോട് താങ്ക്സ് പറയാറുണ്ടോ? നമ്മളുടെ സ്കൂളിൻ്റെ ഗേറ്റ് കീപ്പറോട് താങ്ക്സ് പറയാറുണ്ടോ? നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ പത്രം ഇടുന്ന, അല്ലെങ്കിൽ നമുക്ക് പാൽ കൊണ്ടുവന്ന് തരുന്ന, നമ്മുടെ വേസ്റ്റ് എടുക്കാൻ വരുന്ന ആൾക്കാർ, എന്തോരം പേരുടെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ താങ്ക്സ് പറയുന്നുണ്ടോ? പറ്റാവുന്ന സ്ഥലത്തൊക്കെ താങ്ക്സ് പറയണം. ഇങ്ങനെ കരുതരുത് അത് അവരുടെ കടമയാണ്. നോ. നമ്മൾ താങ്ക്സ് പറയുമ്പോൾ അവിടെ വലുതാവുന്നതും അവിടെ ഹാപ്പി ആവുന്നതും നമ്മൾ തന്നെയാണ്. നമ്മുടെ ഗ്രോത്തിന്, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഗ്രോത്തിന് എപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കണം, നന്ദിയുള്ളവരായിട്ടിരിക്കണം, പരാതി പറയുന്ന ആൾക്കാരല്ല. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജാറ് ഒരു ഹോംവർക്കാണ് തരുന്നത്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജാറ് നിങ്ങളുടെ വീട്ടിൽ വെക്കണം. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ബെഡിലൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് അന്ന് രാവിലെ തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയ, നിങ്ങൾ താങ്ക്സ് പറയാൻ വിട്ടുപോയ ആൾക്കാരുടെ പേര് എഴുതിയിട്ട് താങ്ക് യു എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് നിങ്ങളിത് അതിങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ അകത്തിടുക. ജസ്റ്റ് പുട്ട് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് എ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ. അതൊരു എക്സസൈസാണ്. നിങ്ങളുടെ ലൈഫ് കുറേയും കൂടി ഫുൾഫിൽഡ് ആവും, സാറ്റിസ്ഫൈഡ് ആവും. ഈശോ ചോദിക്കുന്നുണ്ടല്ലോ, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെവിടെയെന്ന്. ആ 9 പേരുടെ കൂട്ടത്തിൽ ഒരാളാവരുത് ഞാൻ.
മടങ്ങി വന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ ആ ഒരാൾ അത് നമ്മളാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാവ് എ ഗ്രേറ്റ്ഫുൾ സൺഡേ.